മുണ്ടക്കയം ഡ്രീം നഗർ തോട്ടിലെ വെള്ളം പാൽ നിറത്തിൽ ഒഴുകിയത് ആശങ്കയ്ക്ക് ഇടയാക്കി. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തോട്ടിലെ വെള്ളത്തിന് പാൽ നിറമായി മാറിയത്. ഇതോടെ നാട്ടുകാർക്ക് ആശങ്കയായി. പ്രകൃതിയുടെ പ്രതിഭാസമാണോ എന്ന് പോലും ആശങ്കപ്പെട്ടു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉറവിടം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തി. ഇതോടെ തോട്ടിലെ പാൽ നിറത്തിന്റെ കാര്യം വ്യക്തമായി. ഡ്രീം നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടം വൃത്തിയാക്കുന്നതിനിടെ ജോലിക്കാർ ഇവിടെ പെയിന്റും അവശിഷ്ടങ്ങളും തോട്ടിലേക്ക് കമത്തുകയായിരുന്നു. ഇതോടെയാണ് വെള്ളത്തിന് പാൽ നിറം ആയത്. നിരവധി പേർ അലക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്ന തോടാണിത്. വെള്ളം മലിനമായതോടെ തോട് ഉപയോഗശൂന്യമായി. ഇന്ന് ഒരു കുറച്ച് മുമ്പേ തൊട്ട് തോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ള പത പോലെ അല്ലെങ്കിൽ വെള്ള കളറിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇനി പ്രകൃതിയുടെ വല്ല പ്രതിഭാസം വല്ലതും ആണോ എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് അപ്പുറത്തൊരു വീടിൻ്റെ അവിടെ തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടുന്ന് പെയിൻറ്റ് പഴയ ഇരുന്ന പെയിൻറ്റ് തോട്ടിലേക്ക് കലർത്തി വിട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എന്തായാലും ദ്രോഹമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഈ വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത സമയത്ത് ഇത്രയും പെയിൻറ്റ് ഈ തോട്ടിലേക്ക് കലർത്തി വിട്ട്, അതും ഏതാണ്ടൊരു 300-400 മീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത്, ആ കലർത്തി വിട്ടെടുത്ത് നിൽക്കുന്നത്. നമുക്കറിയാൻ സാധിച്ചതാണ് എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് അറിയാനും സാധിച്ചിട്ടില്ല. ആ വീട്ടിൽ താമസക്കാരില്ലാത്തതാണ്. ആ വീട്ടിലെ ഉടമസ്ഥരെല്ലാം ഗൾഫിലാണ്. പണിക്കാരോ ആരാണ്ടാണ് ഇത് ചെയ്തത് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും നാടിനോട് കാണിച്ച ഒരു ദ്രോഹമാണിത്. ഈ വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത സമയത്ത് ഓലിയൊക്കെ കുത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെയിൻ്റ് ആണെങ്കിൽ പെയിൻറ്റ് കലർത്തി വിട്ടത് ജനദ്രോഹമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനെതിരെ നടപടിയെടുക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനിയൊരു നല്ല മഴ പെയ്ത് മലിനജലം ഒഴുകിപ്പോയാൽ മാത്രമേ തോട്ടിലെ ജലം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കൈത്തോട് നേരെ മണിമലയാറ്റിലേക്കാണ്. തോട് മലിനമാക്കിയ പ്രവൃത്തിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്.